Hello everyone, once again welcome back to my YouTube channel. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒന്നും പറയണ്ട ഗൈസ്, ഇവിടെ ഒരു വലിയ പെരുത്തക്കാട്ട മരം വീണ് ആകെ വിഷയമായിരിക്കുന്നു. റോഡും ബ്ലോക്കായി, ഫുൾ കറണ്ടും ഇല്ല, എന്ത് പറയാനാണ്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ്. നമ്മൾ പുതിയൊരു ട്രിമ്മർ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. ഒരു 1.5 ആഴ്ച കൂടി ഫ്ലിപ്കാർട്ട് നമുക്കത് കൊണ്ടുതന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. നല്ലൊരു സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ വാങ്ങിച്ച ട്രിമ്മർ എന്ന് പറയുന്നത്. കണ്ടില്ലേ, VGR എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ മോഡൽ നെയിം V070 എന്ന് പറഞ്ഞിട്ട് പ്രൊഫഷണൽ ഹെയർ ട്രിമ്മറാണ്. സംഭവം കിടക്കാച്ചി സാധനമാണ്, പറയാതിരിക്കാൻ വയ്യ. ഞാനിത് ഒരാഴ്ചയോളമായി വാങ്ങിച്ചിട്ട്. അപ്പോൾ ഈ കവറൊക്കെ സൂക്ഷിച്ച് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഗൈസ്. നമ്മൾ സാധാരണ ഒരു സാധനമൊക്കെ വാങ്ങിച്ചാൽ സ്പോട്ടിലെടുത്ത് പളകളയുന്ന പരിപാടിയാണ്. അപ്പോൾ നോക്കിയ ഇതിൻ്റെ സ്പെക്കൊക്കെ കാണാൻ സാധിക്കും. പ്രസിഷൻ ബ്ലേഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ ഉണ്ട് ഗൈസ്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ USB ചാർജിങ് ആണ്, 2 പോർട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പം നമുക്ക് താമസിയാതെ ഇതങ്ങ് അൺബോക്സ് ചെയ്തേക്കാം. യെസ്, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ട്രിമ്മർ എന്ന് പറയുന്നത്. ഡിസൈനൊക്കെ നല്ല മാർബിൾ നല്ല ക്രിസ്പായിട്ടിരിക്കുന്ന പോലെ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിൽ ചെറിയ മാറ്റ് പോലത്തെ സെറ്റപ്പ്, നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട്. അവിടെ കാണാൻ സാധിക്കും, നല്ല മിറർ പോലത്തെയാണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. VGR നാവിഗേറ്റർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതിന് സ്വിച്ച് വരുന്ന സൈഡിലാണ്. ഇതാണ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിക്കാം. അതില്ലേ, ഇതാണ് ട്രിമ്മർ. സൗണ്ട് ചെറുതായിട്ട് സൗണ്ട് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ടൈം ഓൺ ചെയ്യുമ്പോൾ ഒരു ഫസ്റ്റ് മോഡ് വരും. പിന്നെ ടെർബോ എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ഇത് ആദ്യത്തെ മോഡിനേക്കാൾ സ്പീഡ് കൂടുതലായിരിക്കും. പിന്നെ ഇവിടെ ബാറ്ററി പെർസെൻറ്റേജ് നമുക്ക് എഴുതി കാണിക്കും. അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ ഈ ട്രിമ്മറിനെ പറ്റി പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് നല്ല നമ്മൾ ബ്ലേഡ്, അതായത് ബ്ലേഡ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പം 3, 4, 5 ബ്ലേഡ്സ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ പാക്കേജ് വരുന്നത് മറ്റ് ഒരു പൗച്ച് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതിട്ട് വെക്കാനൊരു പൗച്ച്. പിന്നെ ഒരു ബ്രഷ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും ഗൈസ്. ഞാൻ ഗൈസ്, ഈ ബ്ലേഡൊക്കെ ഒരു നല്ല കവറിലായിരുന്നു. ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞു. അത് ഇതിലേ പോയി പൊന്നെ നോക്കിയിട്ട് കണ്ടില്ല. ഇത് കണ്ടില്ലേ, ഇതാണ് ഗൈസ് ബ്ലേഡ്സ് വരുന്നത്. ക്ലിപ്പ് 5 ക്ലിപ്പുണ്ട്. 1, 2, 3, 4, 5 ക്ലിപ്പുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു 5 mm വരെയുള്ള ക്ലിപ്സാണിത്. ഞാൻ എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവലുണ്ട്. ഇതിൻ്റെ അകത്ത് ഇംഗ്ലീഷും പിന്നെ ഏതോ ഒരു ഭാഷയുണ്ട് ഗൈസ്. നിങ്ങൾക്ക് അതൊക്കെ താല്പര്യമുണ്ടെന്ന് നോക്കാവുന്നതാണ്. VGR എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. മെയ്ഡ് ഇൻ ചൈനയാണ്, ഓഫ് കോഴ്സ് മെയ്ഡ് ഇൻ ചൈനയാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ട്രിമ്മറിനെ പറ്റി പറയുകയാണെങ്കിൽ ചാർജിന് ആദ്യമേ തന്നെ ബാറ്ററിനെ പറ്റി പറയാം. ബാറ്ററി എന്ന് പറഞ്ഞാൽ നല്ല ബാറ്ററിയാണ്, ഒരുപാട് നേരം നമുക്കിത് നിൽക്കും ഗൈസ്. അപ്പോൾ ഇത് ഞാനിപ്പം 100 വരെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു 3/4 മണിക്കൂറോളം ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഗൈസ്. എന്നിട്ടും 65% വരെ ബാറ്ററി നമുക്കിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. ട്രിമ്മറിൻ്റെ സാധാരണ ലോക്കൽ ട്രിമ്മേഴ്സൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പം അതിൻ്റെ ബാറ്ററിയാണ് വിഷയം വരുന്നത്. പക്ഷേ ഇതങ്ങനെയൊന്നുമില്ല, ബാറ്ററി നല്ല ബാക്കപ്പ് തരുന്നുണ്ട്. പിന്നെ ഈ ബ്ലേഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല പക്ക 0 റേഞ്ചിൽ നമുക്ക് ട്രിം ചെയ്യാൻ സാധിക്കും. താടിയും കാര്യങ്ങളൊക്കെ നല്ല ഷേപ്പിൽ ചെയ്തെടുക്കാൻ സാധിക്കും. പിന്നെ നമ്മളിപ്പോൾ ഈ ബ്ലേഡ് ഇട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ യൂണിഫോം ആയിട്ടാണ് അത് കട്ട് ചെയ്ത് പോകുന്നത്. അതിപ്പോൾ നമുക്ക് ഉപയോഗിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ എന്താണേലും നിങ്ങളൊരു ട്രിമ്മറൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിൻ്റെ പ്രൈസ് പ്രൈസൊന്നും വരുന്നില്ല. എന്നാലും ഞാൻ ഫിലിപ്സിൻ്റെ ഒക്കെ ട്രിമ്മർ ഉപയോഗിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിനേക്കാളും ഒക്കെ എനിക്ക് ബെറ്റർ ആയിട്ടിത് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്ന സാധനമാണ്. എനിക്കിത് 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 700 and something ആണ് ഫ്ലിപ്കാർട്ടിൽ പ്രൈസ് വരുന്നത്. ഇത് കൂട്ട് VGR എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെ വേറെ ഒരുപാട് വേരിയൻസ് ഉണ്ട്. നല്ലൊരു ബ്രാൻഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ് ഈ ബ്രാൻഡ് കാണുന്നതും ഈ ബ്രാൻഡിൻ്റെ പേരുള്ള ഒരു ഐറ്റം വാങ്ങുന്നതും. സംഭവം കൊള്ളാം, അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ചാർജിങ് 1 second ഗൈസ്. ഇതിൻ്റെ ചാർജിങ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ചാർജർ കണക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ വേറൊരു
ഒരു പോർട്ടോടെ ഉണ്ട്. അത് ഞാൻ എൻ്റെ കേബിൾ കാണിക്കുന്നുണ്ട്. ഈ പാക്കറ്റിനോടൊപ്പം അതായത് നമ്മുടെ ബോക്സിനോടൊപ്പം ഒരു ചാർജിങ് കേബിളോടെ ഉണ്ടായിരുന്നു ഗൈസ്. അത് ഞാനെടുത്ത് മാറ്റി വെച്ചിരിക്കുമായിരുന്നു. ഇത് കണ്ടില്ല, ഇത് നമുക്ക് പവർ ബാങ്കിലോ നമ്മുടെ ചാർജറിലോ എവിടെയാണെന്ന് വെച്ചാൽ കണക്ട് ചെയ്യാം. പിന്നെ ഇത് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ചാർജ് ചെയ്യുമ്പോഴുള്ള മൊഡ്യൂളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊക്കെ കണ്ടില്ല ഗൈസ്, വളരെ നല്ല രസമുള്ളൊരു ചാർജിങ് സെറ്റപ്പ് തന്നെയാണ്, മൊഡ്യൂൾ തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ചാർജർ കണക്ട് ചെയ്യുമ്പോൾ തന്നെ അത് കണ്ടില്ല, ഇവിടെ റെഡ് ലൈറ്റും തെളിയും. പിന്നെ നമ്മുടെ ഡിസ്പ്ലേ ഇങ്ങനെ % ബ്ലിങ്ക് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു ഏകദേശം ഇവർ പറയുന്നത് 2 മണിക്കൂറാണ് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം. പക്ഷേ 2 മണിക്കൂറൊന്നും വേണ്ട, അതിന് മുമ്പ് തന്നെ നമുക്കിത് ചാർജായി കിട്ടും. പെട്ടെന്ന് തന്നെ ചാർജ് കയറും. അതുപോലെ തന്നെ ചാർജ് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സ്വഭാവമൊന്നുമില്ല. നല്ല ബാക്കപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഞാനിത് വാങ്ങിച്ചിട്ട് മുടിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുടിയൊക്കെ കട്ട് ചെയ്ത് നോക്കി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഗൈസ്. നല്ല യൂണിഫോമായിട്ട് ഇത് ബ്ലേഡ് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്നതിന് നല്ല പക്കായായിട്ട് പ്രൊഫഷണൽ രീതിയിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് തരുന്നുണ്ട്. ഇടയ്ക്കൊരു കട്ട് ചെയ്യുമ്പോൾ ഉള്ള ആ യൂണിഫോമിറ്റിയിൽ മാറ്റമൊന്നുമില്ല, പക്കായായിട്ട് തന്നെയുണ്ട്. പിന്നെ ട്രിം ചെയ്യുമ്പം പക്ക 0 പ്രിസിഷൻ വേണമെങ്കിൽ അത് നമുക്ക് ഒന്നുമില്ലാണ്ട് തന്നെ ഇട്ട് കൊടുത്ത് തന്നെ കഴിഞ്ഞാൽ പക്ക ഷേവ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കത് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കളയാൻ സാധിക്കും. പിന്നെ നമ്മുടെ ബ്ലേഡ് ഇടുവാണെങ്കിൽ അതിനനുസരിച്ച് ലെന്തും കയറി വരുന്നതാണ് ഗൈസ്. സംഭവം പൊളി സാധനമാണ്, ഒന്നും പറയാനില്ല. ഞാൻ ഇതിൻ്റെ ലിങ്ക് തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിച്ച് നോക്കുക. ട്രിമ്മറൊക്കെ വാങ്ങിക്കാതിരിക്കുന്ന ബോയ്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ്. പെട്ടെന്ന് ആരും പക്ഷേ ഫ്ലിപ്കാർട്ടിലൊന്നും ഈ സാധനത്തെ പറ്റി അങ്ങനെ കാണത്തൊന്നുമില്ല. ഞാൻ കുറേ നാളിങ്ങനെ നോക്കി പോയി ഇപ്പോൾ കിട്ടിയതാണ്. ഞാൻ ഈ ഡിസ്പ്ലേ കണ്ടപ്പോൾ പെട്ടെന്ന് അട്രാക്റ്റായി. അതിനുള്ള സാധനമുണ്ട് ഗൈസ്. കാരണം ഇത് കണ്ടില്ലേ, ഈ 2 മോഡൊക്കെ ഫിലിപ്സിനൊന്നും 2 മോഡൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഫിലിപ്സിനൊന്നുമല്ല, മറ്റ് വലിയ നോവ അങ്ങനെയുള്ള കമ്പനീസിനൊന്നും, സാധാരണ ട്രിമ്മർ കമ്പനീസിനൊന്നും ഞാൻ ഇത്ര മോഡ്സൊന്നും കണ്ടില്ല. 2 മോഡ്സ് ഉണ്ട്. ഇതിപ്പോൾ നോർമൽ മോഡാണ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതിപ്പം നോർമൽ മോഡാണ്. ഇതിപ്പോൾ നമുക്ക് ഒരു നോർമൽ സ്പീഡാണ്. പിന്നെ നമുക്ക് ഈ താടിയൊക്കെ ട്രിം ചെയ്യുമ്പം കുറച്ചുകൂടെ നല്ല ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ 0 പ്രിസിഷനിൽ ട്രിം ചെയ്യാൻ വേണ്ടി ടർബോ കൊടുത്തിട്ടുണ്ട്. ടീന്ന് വേണ്ട, ഇവിടെ ടീന്ന് എഴുതി വരും. ടർബോ ആക്കി കഴിയുമ്പം ഇതാണ് ബട്ടൺ എന്ന് പറയുന്നത്. ഇതിൽ 2 തവണ പ്രസ് ചെയ്യുമ്പോൾ ടർബോ ആക്ടിവേറ്റ് ആവും. പിന്നത്തെ പ്രസ്സിൽ ഓഫ് ആവും. വലിയ വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ അത്യാവശ്യമുള്ള ട്രിമ്മറിനുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ. സംഭവം ബിൽഡ് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യമുണ്ട്. 2 സ്ക്രൂ ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ബ്ലേഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവർ പറയുന്നുണ്ട് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബ്ലേഡ് ഓട്ടോമാറ്റിക്കലി ഷാർപ്പനാവുമെന്ന് പറയുന്നുണ്ട്. ബ്ലേഡിനൊക്കെ നല്ല ഷാർപ്പാണ്. പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്ത്, അതായത് നമ്മുടെ ഹെയർസൊക്കെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്ത് ട്രിം ചെയ്ത് കളയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഇത് ഞാൻ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കിയതാണ്. ഇത് കണ്ടില്ല ഗൈസ്, ജസ്റ്റ് ഞാൻ ഈ ഭാഗത്തൊന്ന് ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് നോക്കിയതാണ്. കണ്ടില്ലേ, ക്ലിയർ ആയിട്ട് തന്നെ അത് കട്ട് ചെയ്ത് മാറ്റി കളയുന്നുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഹെയറൊക്കെ തലമുടിയൊക്കെ ജസ്റ്റ് സൈഡൊക്കെ എടുക്കാനൊക്കെയാണെങ്കിൽ സെറ്റാണ്, ഒന്നും നോക്കാനില്ല. വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഞാൻ ജസ്റ്റ് വാങ്ങിച്ചപ്പോൾ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാവുന്നതാണ്. മറ്റ് ബ്രാൻഡുകളൊക്കെ അപേക്ഷിച്ച് ഈ പ്രൈസ് റേഞ്ചിൽ ഇത്ര നല്ലൊരു സാധനം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഗൈസ്, ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമ്മൾ കമൻറ്റ് നോക്കി അടുത്ത വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ, സ്റ്റേ സേഫ്.